മനസ്സിക്ക് ടെൻഷൻ വരുന്നുണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, സാരമില്ല. ആ ടെൻഷൻ അല്ലാണ്ട് കൂടെ. പിന്നെ എന്താ വെച്ചാല് ബാപ്പാക്ക് ഭയങ്കര ടെൻഷൻ, ടാങ്കി വരണമെന്ന് നോക്കണ്ട, ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിത് ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് യാത്ര എന്നല്ലേ നിങ്ങൾ കണ്ടില്ല, വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളിത് നമ്മൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് 2-3 സ്ഥലത്ത് ഇന്റർവ്യൂ ആയിട്ടും വേറെല്ലായിട്ടൊക്കെ നടന്നു. പക്ഷെ ഒന്നും നടന്നില്ല. മാള് ഒരേ പിടുത്താണ്. മോനോനെ ഒരു നിലയിലാക്കി ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ. നമ്മള് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ നല്ല സമ്പാദിക്കണം. എനിക്ക് അതല്ല, നമ്മളെ മക്കളെ ഇൽമ സമ്പാദിക്കണം. പൈസ അല്ല വേണ്ടിയത്. പൈസക്ക് ഒരു വിലയില്ല ഇൽമിന്റെ മുന്നില്. അപ്പൊ എന്താണ്, നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ആണ്. ഒരു താത്ത വിളിച്ചിക്കാണ്ട് ബാവന്റെ നമ്പർ ഉണ്ട് കഴിഞ്ഞാലോ, നമ്മളെ ഭാഗത്തുള്ളതാണ്. ചിലപ്പോ ഹോട്ടലിൽ പോയി അങ്ങനെ എന്തെങ്കിലും നമ്പർ കിട്ടിയതാവും. അടുത്തവിടെയുള്ള താത്തയാണ്. അപ്പൊ അവര് വിളിച്ചിക്കാണ്ട് പറഞ്ഞ് നിങ്ങളെ കുട്ടിക്ക് കിട്ടിയിട്ടില്ലാന്ന് യൂട്യൂബിൽ കണ്ട്, വീഡിയോയില് കണ്ട്. അപ്പൊ എന്താണ്, ചേരാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, ഞാൻ 2-3 സ്ഥലമുണ്ട്, ഞാൻ അയച്ചുതരാ പറഞ്ഞിട്ട് അയച്ചെന്ന്. ഏതായാലും എന്തായി, ഞാൻ അതില് ഒരു നമ്പർക്ക് വിളിച്ചപ്പോ എന്തോ കിട്ടിയില്ല, എന്തോ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കോളേജിലേക്ക് വിളിച്ച്. അപ്പൊ എന്താണ് എന്തോ ഒരു കോളേജാണ്, അഹ്ലറിയ കോളേജ്. നമ്മളെ പള്ളിയുടെ പേരെന്താണ്? കൊടിഞ്ഞിപ്പള്ളിക്കാണ്. ദർസുണ്ട്, കോളേജ് പഠനമുണ്ട്, രണ്ടും കൂടിയാണ്. ദർസിന് വേറെ കുട്ടികൾ വേറെ ഭാഗത്തുണ്ട്, ഇതുവരെ കോളേജ്. അങ്ങനെയൊക്കെയാണ്ട് 10 വർഷത്തെ കോഴ്സ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഏതായാലും ഞങ്ങള് ചേർക്കാൻ പോവുകയാണ്. അപ്പൊ ആ സന്തോഷം നിങ്ങളും കൂടെ അറിയിക്കണേ. അപ്പൊ കൊടിഞ്ഞിപ്പള്ളിന്റെ കീഴിലുള്ള, അതായത് ദാറുലുദന്റെ ഒക്കെ കീഴിലുള്ള ഏകദേശം ഒരു ദാറുലുദൻക്ക് കിട്ടാത്ത കുട്ടികളെ കിട്ടാത്ത പോലെ ഇല്ല. ദാറുലുദന്റെ ഗ്രൂപ്പിൽ വരുന്ന അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണാണല്ലോ, കിട്ടാത്ത കുട്ടികളെ ചേർത്താനും വേണ്ടിട്ട്. അപ്പൊ അവര് ആ ഗ്രൂപ്പിലുണ്ടാവും, അവര് ഏതോ ഫാമിലിയിൽ ആരോ ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് വിട്ടുതന്നതാണ്. അതിന്റെ അടുത്തിന്റെ അവരെ ഫാമിലിയിലുള്ളതാണ്. നിങ്ങൾ എനിക്ക് വിട്ടുതന്നേ. അപ്പൊ ഞാൻ ഏതായാലും വിളിച്ചു. ഏതായാലും വലിയ ഉപകാരമായി, നിങ്ങൾക്ക് നല്ല ഉപകാരമായി. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും പിന്നെ എന്താ വെച്ചാല് ബാപ്പാക്ക് ഭയങ്കര ടെൻഷൻ, ടാങ്കി വരണമെന്ന് നോക്കണ്ട, ഭയങ്കര ടെൻഷൻ ഉണ്ട്. എനിക്ക് ടെൻഷൻ ഇല്ലായിട്ടില്ല. എനിക്ക് നാളേക്ക് നല്ലൊരു, നമ്മളെ മക്കള് വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ വളരുമല്ലോ എന്നുള്ളൊരു മനസ്സിൽ നല്ലൊരു സമാധാനം ഉണ്ട്. അവൻ ശരിക്കും ഞങ്ങളെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഉമ്മാരോടൊക്കെ എപ്പോഴും പോവാൻ ചോദിക്കാന്നല്ലാതെ അവൻ പോയിട്ടില്ല. ഞാനും കൂടി പോരുമ്പോഴേ അവൻ നിക്കുള്ളൂ, ഇല്ലാതെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ കൂടുതലും ഞങ്ങൾ ഒരുമിച്ചേ പോവുള്ളൂ. അപ്പോ ഏതായാലും നിങ്ങള് നല്ലതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൊണ്ടേ ഒരു നിലയിലെത്തട്ടെ. ഒരാളെങ്കിലും ഒരാള് സത്യമാണ്. എന്റെ മനസ്സിൽ പ്രസവിച്ച മുതലേ ഉള്ളതാണ്. ഇനി മതിയൊക്കെ ചേർത്തിക്കോണ്ടേ. അത് വാപ്പ ചേർക്കും തോന്നണേ. മോനും കൊണ്ടാക്കണ്ട, പൊന്നുവിനെയും കൂടി കൊണ്ടാക്കല്ലട്ടാ. എന്താ വെച്ചാൽ ഒന്നും ഇല്ല, പഠിക്കണമെന്നല്ല. വാപ്പാക്ക് കുട്ടികളെ പിരിഞ്ഞിരിക്കണതിന്റെ ഒരാളെന്നെ ഇപ്പൊ കണ്ടില്ലേ, അപ്പൊ അതിലിപ്പോ ഞങ്ങള് ചേർന്ന് വരുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഞങ്ങള് അവനെ ചേർക്കാൻ പോവാണ്. അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ ഒമ്പ്ര മക്കാമിലൊക്കെ കയറി പോരാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉമ്മാനെ കൂട്ടി പോരാന്നുണ്ടെന്ന് വെച്ചാൽ ഉമ്മ അവിടെ ഇല്ല. ഒരാള് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച് അങ്ങോട്ട് പോയിന്ന്. അപ്പൊ ഏതായാലും ഉമ്മ ഇനി ഒരിക്കൽ മമ്പുറം മക്കാമിൽ പോകണം. അപ്പൊ ഞങ്ങള് മോനെ ചേർക്കാൻ പോകണം. അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് സ്വാഗതം. മമ്പുറം മക്കാമിലാണ് തിരിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ മോനോനെ ചേർത്താൻ പോയതേന്ന് അല്ലേ? അതെ, ചേർത്താൻ പോയി തിരിച്ചിങ്ങനെ. അപ്പൊ നമുക്ക് മമ്പുറം മക്കാമിന്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ പോവാനുള്ളത്, തിരിച്ചു വരാനുള്ളത്. അപ്പൊ ഏതായാലും ഇതുവഴി പോകുമ്പോ മമ്പുറം മക്കാം ഒന്ന് കണ്ടിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തോല്ലേ നമുക്ക് അവിടെ കാണിച്ചെടുത്തുകൊണ്ട് പോവാൻ ഉദ്ദേശിച്ച് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും മോനോനെ ചേർത്തി അൽഹംദുലില്ലാ. കൊടിഞ്ഞി എന്താണ് അഹ്ലറിയ, അതൊരു കോളേജാണ്. എന്താ പറയാ, ദാറുലുദന്റെ ഗ്രൂപ്പിൽ വന്നാണ് പറഞ്ഞേ. ഒരു ഉമ്മ വിട്ടെന്നാണ്, എന്താ പറയാ, എന്താണ് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ബാവന്റെ ഫോണിന്ന് പൈസ നമ്പറൊക്കെ എടുത്തില്ലേ, ഞങ്ങളെ നമ്പർ ഉണ്ടായിരുന്നു തന്നെ, നമ്മളെ ഭാഗത്തുള്ളതാണ്. പക്ഷെ നമുക്ക് അറിയില്ല. അവര് വിളിച്ചുകാണ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട്, നിങ്ങൾ പോയി നോക്കി കുട്ടീനെ ചേർത്താനാണ് അയച്ചത്. ഭയങ്കര ഉപകാരമായി. താങ്ക് യു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ലൊരു. അതെ, അവര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മളിത് അറിഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ഇത് അറിയില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. കൊടിഞ്ഞിപ്പള്ളിയാണ് കേട്ടോ, കൊടിഞ്ഞിപ്പള്ളി.
പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വല്യന്മാരും. സത്യം വെക്കാൻ പോലെ ആ അത് സത്യത്തിന് വെച്ചിക്കണേ. എവിടേക്ക്? കൊടിഞ്ഞിപ്പള്ളി സത്യത്തിന് വെച്ചിക്കണേ. വിടാൻ പറ്റൂല. അപ്പൊ അവിടെയാണ് മോനുവാ ഇഷ്ടമായിക്കണ. അപ്പൊ അവിടെ ഒരുപാട് പഠിക്കണ കുട്ടികളൊക്കെ കണ്ട്. അപ്പൊ ഞായറാഴ്ച മോനുവിനെ ഒന്നിക്കല ഞായറാഴ്ച വൈകുന്നേരം അല്ലെ തിങ്കളാഴ്ച അല്ലേ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ കൊടിഞ്ഞിപ്പള്ളിയിലാണ് പണ്ട് പറഞ്ഞിട്ടില്ലേ വെട്ടൊന്ന് തുണ്ടം 2 എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പൊ അതിൽപ്പെട്ട സ്ഥലമാണ്. കളിയൊക്കെ ഒന്നുമല്ല. ഏതായാലും ഇനി മക്കാമൊക്കെ പോവാ നമ്മളില്ലേ. അപ്പോൾ നമുക്ക് ചേർത്താൻ പോയിട്ട് അവിടുത്തെ പള്ളിക്കത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ പിന്നെ കുറേ ഉസ്താദുമാരും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പം നമുക്ക് അവരിൽ നിന്ന് ചീത്ത എടുക്കും. വലിയ വലിയ ഉസ്താദുമാരും കുട്ടികളും എന്നൊക്കെ ഉള്ളൊരു കോളേജല്ലേ. അപ്പം നമുക്ക് ഞാൻ പിന്നെ അവിടെ ചെന്ന് വീഡിയോ എടുക്കാനുള്ള ശ്രദ്ധയുണ്ടായില്ല. പൊതുവേ അവിടെ നിന്ന് എടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞങ്ങൾ ചേർത്തുകാണ്ട് പോന്ന് ഇനി ഞായറാഴ്ച തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞാണ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കുന്ന് മമ്പുറം കയറിക്കാണ്ടൊന്ന് പോകാൻ വിചാരിച്ചുകാണ്ട് മമ്പുറത്തൊക്കെ പോയിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ബാക്കി എനിക്ക് അറിയില്ലട്ടാ. തൃശ്ശൂർക്ക് അങ്ങനെ കോഴിക്കോട് അല്ല. അപ്പൊ ഞങ്ങള് ഇതാ മോനുവിനെ ചേർത്തി കൊടിഞ്ഞി എന്താണ് നമ്മളൊരു ഒരു ഇതാ ഒന്നും കൂടെ ഉണ്ട് ഉരുണ്ടില്ലേ വഴി. എനിക്കറിയില്ല, ഞാൻ ഇപ്പുറത്തൊന്നും വന്നിട്ടില്ല. എത്താങ്ങളെ കഥ ഈ തെങ്ങളെ കഥ എത്താങ്ങളെ കഥ തെങ്ങളെ കഥ എത്തങ്ങളെ കഥ കൊറേ മുമ്പൊക്കെ പൊന്നുകെട്ടാടെ ഞാനേ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചാട്ടോ. ഭക്ഷണം എന്താ പറയാ മോനോന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്. സാമ്പാറൊന്നുമില്ല, നല്ല നാടൻ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണം അതേപോലത്തെ കറിയും പരിപ്പും മുരിങ്ങക്കായും കൂടിയുള്ള കറിയും ഒരു മീൻകറി വേളൂരി ആയിട്ട് നല്ല അടിപൊളി മീൻകറി. അപ്പോ ഏതായാലും ഇവിടെ നമ്മള് മക്കാമിന്റെ അടുത്തെത്താനായിട്ടുണ്ട്. ഈ ജംഗ്ഷൻ എന്നാണ്ട് ലെഫ്റ്റേക്ക് തിരിയാ. പിന്നെ മമ്പുറം മക്കാമ് പൊതുവെ ഇതിന്റെ അടിയിൽ ഉമ്മ പറഞ്ഞു നമ്മൾ പോണം എന്നൊക്കെ. പക്ഷെ നമ്മള് ഇവിടെ തെറ്റം വന്നല്ലേ വെച്ചിട്ട് എങ്ങനെ പോന്ന ആണ്ടാണ് അങ്ങോട്ട് അതിന്റെ ഉള്ളിൽ കൂടിയാണല്ലേ. ആ അതാണ് സംഗതി പാളിച്ച പറ്റിയത്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണാത്തവരുണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ദൂരൊക്കെ ഉള്ളവർ കണ്ടവരുണ്ടെന്ന് അധികം പേരും മമ്പുറത്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക അനുഭൂതിയാണ്. കാര്യം എന്തായിക്കോട്ടെ അല്ലേ. കണ്ടില്ലേ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഇതിനുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യം. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കണ്ടില്ല നിങ്ങൾ, പല ജാതി കച്ചവടക്കാര്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്. അതുപോലെ തന്നെ കച്ചവടക്കാരാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോ ജസ്റ്റ് നമ്മൾ മക്കാമ് കടന്നുകാണ്ട് പോകാൻ ഉദ്ദേശത്തിലാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യല്ലേ. ഇവിടെ ചളിയാ ഭാവന്റെ കൗത്ത് പിടിച്ചു. കാരണം എന്നോട് അമ്മ ഒന്നിച്ച് പോകണമെന്ന് പക്ഷെ ഉമ്മാനായിട്ട് എന്തായാലും ഇനി ഒന്ന് വരണം. സ്കാപ്പില്ലല്ലോ ഈ
അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങി മക്കാമിലെല്ലാം പോയി അൽഹംദുലില്ലാ. മക്ബറയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മളിത് തിരിച്ചു പോവാണ്. നമ്മളെ പഴയ മുമ്പുണ്ടാക്കിയ നടപ്പാലം എന്നൊക്കെ പറയില്ലേ, ആ പാലത്തുമ്പോ കൂടി തിരിച്ചു പോവാണ്. പുഴ കണ്ടില്ലേ, മമ്പുറം മക്കാം പുഴ. മമ്പുറം പുഴ കുറെ ആയിട്ടുണ്ട്, കാണാത്തവരുണ്ടാവും. അതെ, അത് പുതിയ ബൈപ്പാസ് ആയിട്ട് ഉണ്ടാക്കിയ റോഡ്. അപ്പൊ ഈ പുഴയിൽ കൂടെ, ഈ പുഴനെ കുറുകെ ഞാനടക്കം നമ്മൾ ഒരുപാട് ആളുകൾ തോണിയില് മമ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. തോണിയില് ഇറങ്ങി നടന്നിട്ടുണ്ട്, തോണിയില് മമ്പുറത്തേക്ക് വന്നിട്ടുണ്ട് പഴയ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അങ്ങനെ വന്നവരൊക്കെ വീഡിയോ കാണേണ്ടി ഒന്ന് കമന്റ് ചെയ്യോണ്ട് ആരൊക്കെയാണ് തോണിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഞാൻ ഇഷ്ടം പോലെ വന്നിക്കണേ. നമ്മളെ പ്രായക്കാരല്ല, അതിന് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. കണ്ടില്ലേ, മമ്പുറം പൂമക്കാമിലെ. അതിന്റെ ബാക്കി പഠിക്കണല്ലോ. അപ്പൊ മക്കളെ നമ്മള് മമ്പുറം മക്കാം എല്ലാം സന്ദർശിച്ച്, എന്താ വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് കൂടെ നമ്മളോട് പോവാണ്. കാരണം ഉമ്മ പോരുണ്ട് പറഞ്ഞതിന് പക്ഷെ ഉമ്മാനെ കൂട്ടാൻ പറ്റിയില്ല. ഇനി ഉമ്മാനായിട്ട് ഒന്ന് വരണം. എന്തായാലും വരണം, അല്ലെങ്കിൽ ഒന്നൊന്നര യുദ്ധം അവിടെ നടത്തും. ഒരു രഹസ്യം കിട്ടൂല മക്കളെ. അപ്പോ ഉണ്ടാവൂല. അപ്പൊ ഇതിന് ഫ്രണ്ട് കൂടി പോകുമ്പോ നമ്മള് കേറിയിട്ട് പോയത് ശരിയല്ലല്ലോ. അപ്പൊ ജസ്റ്റ് കേറി അൽഹംദുലില്ലാ റാഹത്തായി. എല്ലാ കാര്യങ്ങളും മോനോന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ്. അതെ, അപ്പൊ ഇനി നമ്മളങ്ങനെ പോവണേ, വീട്ടിക്ക് പോവണേ. ബാക്കി വീട്ടിലൊന്നും പോണമെന്നില്ല, ഇങ്ങനെ പോയി അങ്ങനെ പോയാൽ കുഴപ്പമില്ല. കയ്യിലല്ലേ ഗാന്ധിജിനുമാണേനോ. ഞാനൊക്കെ ചോറ് തിന്നുകാണ്ട് എന്താണ് നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ വന്ന് പൊഴിച്ചിട്ട് വെച്ചാന്നറിയും. എന്ത് സൊക്കണെന്ന് വെച്ചാൽ നമ്മള് അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാന്ന് വെച്ചാല് എത്രയും പുന്നോ നല്ല വലിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് ആയിട്ട് പഴിച്ചിട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്ത് തിന്നത്, നിങ്ങളെ പള്ളിയിൽ എന്തെങ്കിലും പോയി ഉണ്ടാകുന്നറിയും. ഞാൻ കഴിക്കല്ലേ, എനിക്ക് ഇപ്പൊന്നും വേണ്ട, എനിക്ക് നല്ല ഐസ് വെള്ളം കിട്ടണം. പിന്നെയും പോയിക്കാണ്ട് മാങ്ങ വാങ്ങിയത് ആരെ തിന്ന് നമുക്ക് കാണാം. മാങ്ങ വാങ്ങില്ലേ. അപ്പൊ പോരിന്റെ വയ്ക്കല് 200 മാങ്ങ ഉണ്ട്. അപ്പൊ അത് കുറച്ച് വാങ്ങിയില്ല. നാടൻ മാങ്ങ എഴുതിയില്ലേ, നാടനാണോ പഠിച്ചവർക്കറിയാം. നാടനൊന്നല്ല, തനി നാടൻ മാങ്ങ, തനി നാടൻ ചോറ് എഴുതുമ്പോലെ അങ്ങനെ തന്നെ എഴുതല്ലേ. അതെ,
അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ഇങ്ങനെ പോയി തിരൂരങ്ങാടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ആറുവരിപ്പാതയിലൂടെ പോകും. നമ്പറൊക്കെ വെച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പെണ്ണുങ്ങളെ കണ്ടിട്ട് ചേട്ടൻ ഇങ്ങനെ ചിരിക്കണുണ്ട്, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ അഥവാ ഞങ്ങൾ ഈ വീഡിയോ കാണാൻ ചെന്ന് കമന്റ് ചെയ്യോണ്ടിട്ടാ ഞങ്ങളെ കണ്ടേ എന്നുള്ളത്. ആരായിരുന്നു കമന്റ് ചെയ്യോണ്ട്, ഞങ്ങൾ നിങ്ങളെ കണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കമന്റ് ചെയ്യോണ്ടേ. അതെ. അപ്പൊ ഏതായാലും നമ്മൾ ആറ്റുനോറ്റ് 1-2 ഭാഗങ്ങളിലൊക്കെ പോയി പരാജയപ്പെട്ടെങ്കിലും അൽഹംദുലില്ലാ മോനുവിന്റെ ആ ഒരു നല്ലൊരു വൃത്തിയുള്ള പള്ളിയും കാര്യങ്ങളും ക്യാന്റീനും എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. പക്ഷെ ബാപ്പാക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതാണ് ബാപ്പാക്ക് ഭയങ്കര ടെൻഷൻ. ഇന്നലെ അന്തിക്ക് എന്നെ കൊറേ ചീത്ത പറഞ്ഞിട്ട് ഞാനിപ്പോ അവിടെ പോയിട്ട് വീഡിയോ പോലും എടുത്തില്ല. എനിക്ക് മനസ്സുറക്കൂലായിരുന്നു. എനിക്ക് ഇതിന് മുമ്പ് ഇന്റർവ്യൂവിന് പോയ ഭാഗത്തൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അഥവാ തോറ്റ് കഴിഞ്ഞാൽ പോകണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ വഴിന്ന് ഇവളോട് ചോദിച്ചു. അപ്പൊ ഇവിടെ എന്തോ പറഞ്ഞോട്ടെ, ഇത് നമ്മൾ ചേർക്കാനാണ് പോകുന്നത്. ഞാൻ ഇവിടെ ചേർക്കാനാണോ? അതോട് ഇന്ത്യ കഴിഞ്ഞ് ചേർക്കാനാണെങ്കിൽ പിന്നെ എന്തായാലും പിന്നിക്കില്ലല്ലോ. മറ്റേത് എങ്ങനെയെങ്കിലൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് പോകണ്ടല്ലോ. അത് എനിക്ക് മനസ്സിന്റെ ഉള്ളുകൊണ്ട് തോറ്റെങ്ങിന്നുണ്ടായിരുന്നു ഉള്ളത് പറയാലോ. മനസ്സിന്റെ ഉള്ളുകൊണ്ട്. കാരണം എനിക്കെന്താ അറിയില്ല, എനിക്കങ്ങനെ കുട്ടികളെ ഒരാളെ ഇല്ല മോൻക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾക്ക്. എനിക്ക് കുഴപ്പമില്ല. എനിക്കെന്താ അറിയാം, എനിക്ക് സന്തോഷന്റെ കുട്ടി ദീനിയായ രീതിയിൽ വളരണം. ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാല് ഒരു മോൻ തന്നെ അതുപോലെ പുറത്തെവിടേക്കും പോയതില്ലെങ്കിലും എന്ന് വെച്ചാൽ പിന്നെ അനുസരിക്കാതെ ചേർന്ന് വരാൻ അതിലേക്ക് പൊരുത്തപ്പെട്ട് വരാൻ കുറെ സമയം എടുത്ത്. അതാണ്. പക്ഷെ ഇവനെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളതില് പൊരുത്തപ്പെട്ട് അങ്ങനെയാണ്. അതെ പൊന്നു. ഇവൻ മോനോന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ കൂടെ തന്നെ ഇപ്പൊ നമ്മള് വീട്ടിൽ ചെന്നാലല്ലോ. പക്ഷെ പെട്ടെന്ന് ഇതാകുമ്പോ ഭയങ്കര മിസ്സിംഗ് ആണ് കാര്യം. പക്ഷെ പറഞ്ഞ കാര്യം ആ മിസ്സിങ്ങിന് അല്ലാണ്ട് നമുക്ക് കൂലിയുണ്ട്. ശരിക്കും എങ്ങനെ അത് ഇതായി പോവാൻ അറിയില്ല. നോക്കണം എങ്ങനെ പോകുന്നുള്ളത്. ഒന്നും പറയാൻ പറ്റില്ല. എനിക്കുണ്ടാവും. ഞാനീ പറഞ്ഞു നോക്കണ്ട, എന്റെ വിത്താലം ഉണ്ടാവണമെന്ന് എപ്പോഴും വലിയ ഇങ്ങനെ സ്വൈരം കെടുത്തിക്കാണ്ട് തല്ലുപിടിക്കാണ്ട് എന്റെ കൂടെ ഉണ്ടാവണതാണ്. അപ്പൊ സാരല്ല. എന്താ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലാന്ന്. എന്നാ മതി. നമ്മള് തന്നെ ഓന്റെ താല്പര്യത്തിന് കൊണ്ടാക്കണം. അല്ലാതെ നമ്മളെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ കുരുത്തക്കെട് കാട്ടണ മക്കളെ നന്നാക്കാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. എനിക്ക് എന്റെ മക്കളെ ഒന്നിനെങ്കിലും നല്ല ദീനീയായ രീതിയിൽ വളർത്തണം എന്നുള്ളൊരു ആഗ്രഹത്താൽ കൊണ്ടുവെക്കണം. അല്ലാതെ എനിക്ക് എന്താ പറയാ ഓന് ഫോണിലൊക്കെ നല്ല ഒന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിക്ക് ടെൻഷൻ വരുന്നുണ്ട്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, സാരമില്ല. ആ ടെൻഷൻ അല്ലാണ്ട് ഇരുന്ന് കൂലി ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതാണ് അല്ലേ? ഇവനക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ഉസ്താദുമാരും നല്ല എനിക്ക് നല്ല ഇഷ്ടമായി. വലിയ ക്യാൻറ്റീനും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഫുഡും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 10 വർഷത്തെ പഠനമാണ് അല്ലേ? സ്കൂൾക്ക് പിന്നെ വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞു. +1 +2 ഡിഗ്രി 4 വർഷവും നമ്മളെ ചെമ്മാടാണ്. അവിടെ തന്നെ അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ തിരിച്ച് അവിടെയും കൊണ്ടുവന്ന് നോക്കുന്ന പറഞ്ഞത്. ഒന്നിനും നമുക്ക് ചെലവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണിക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഏതായാലും എല്ലാരും പ്രാർത്ഥിക്കും നല്ലൊരു മോനോന് നല്ലൊരു ഭാവി എന്റെ കുട്ടി നല്ല രീതിയില് അല്ലേ? നമ്മൾ ഈ റൂട്ടുമൊക്കെ ഇറങ്ങണേ. നമ്മളിപ്പോ ഒരു തൃശ്ശൂര് എറണാകുളത്തെ കൂടി പോണ ഇതുണ്ടല്ലേ? നമ്മളെ വണ്ടിന്റെ മുന്നിൽ ഇമ്മാന്റെ പേരാണ് എഴുതിക്കുന്നത്, സാറ. കണ്ടില്ലേ? ഇമ്മാനായിട്ടാണ് ഈ പോണത്. അപ്പൊ നമ്മളെ ബന്നൂരാണ് ഇതിട്ടാ. അത് ഗൾഫിലൊന്നും അല്ല. ഖത്തറും ദുബായ് അല്ലെങ്കിൽ എറണാകുളം തൃശ്ശൂർ ഒന്നും അല്ല. നമ്മുടെ മലപ്പുറം കാച്ചടി. കാച്ചടി എന്ത് രസാ കാണാന്, റോഡ് കാണാനില്ലേ? നമ്മള് എന്താണ് ടൂറൊക്കെ പോകുമ്പോഴേ എറണാകുളം ആ ഭാഗത്തൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഏതായാലും അടിപൊളിയുണ്ട്. ഏതായാലും അതിനോട് ബന്ധപ്പെട്ട എല്ലാ സർക്കാർക്കും കേന്ദ്രമായാലും കേരളമായാലും തുടങ്ങിയപ്പോ ഭയങ്കര പ്രശ്നങ്ങളും സമരങ്ങളും. അതെ, കേന്ദ്രത്തിന്റെ ആണെങ്കിലും കേരളം അതിനെ ഒരുപാട് ചുക്കാൻ പിടിച്ചു കൊടുത്തതിന്റെ പേരിലാണ് നമുക്ക് ഇത്ര പെട്ടെന്നൊക്കെ ആയത്. അപ്പൊ ഏത് സർക്കാരായാലും എല്ലാം നമ്മളെ സർക്കാരാണ്. അതിൽ പാർട്ടി കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നമുക്കൊരു അഭിമാനിക്കാം ഈ റോഡില്. നല്ല രസമുണ്ട്. പക്ഷെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ ഭാഗത്തൊക്കെ വീട്ടിൽ കയറണമെങ്കിൽ വണ്ടി വിളിച്ച് പോകണം. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് നമ്മളിവിടേക്കൊക്കെ പോകാൻ വളരെ കുറഞ്ഞ ടൈമേ ആവശ്യം. നാളെ നമ്മളെ ഇവിടുന്ന് ഫാമിലി നേരത്തെ പറഞ്ഞില്ല, മറ്റേ
കേക്കോയിന് ഈ ഭാഗത്തേക്ക് ഇപ്പൊ ഞങ്ങക്ക് വണ്ടി വിളിച്ച് പോണം അയൽവാസിന്റെ വീട്ടിക്ക് അയൽവാസികളെ തമ്മില് ആണ്ടും കൊണ്ടും ഓരോന്ന് കൊടുത്തു നിന്ന പേരാള് ഇപ്പൊ വണ്ടി വിളിച്ച് പോണം നമുക്ക്. വണ്ടി വിളിച്ചാണ് പോണേലാ താത്ത പറഞ്ഞേ തളച്ച വെള്ളത്തിക്ക് ചായപ്പൊടി ഉണ്ടെങ്കില് ഞാൻ അവിടെ പോയി ചായപ്പൊടി ആ പെരീന്ന് പോയി വാങ്ങി ഇത് കെട്ടിയാണ്ട് ഞാൻ അങ്ങനെ കഴിച്ചാണ്. ഇപ്പൊ ഒരു ഓട്ടോ വിളിച്ചാണ്ട് 60 രൂപ കൊടുക്കണല്ലോ. 60 രൂപ കൊടുക്കണം അങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ അത്രയും ഓടി വരണം. ഹനാൻഷ അപ്പോ പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ മോനന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവണം തീർച്ചയായിട്ടും. എന്താ മനസ്സ് മറിയണം അവിടെ ചാടി പോയാലിരിക്കാനേ. ഓൻ ചാടി പോരില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചാടിപ്പോരല്ലോ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അതെ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ പറയാ ബെല്ലൈക്കണം അമർത്തിക്കണമെന്ന്. ഞങ്ങൾ ഇടുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എത്തിച്ചേരും. അപ്പൊ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോകണം, ഇവിടെ എത്താൻ അയക്കണേ. പക്ഷെ എന്താണ് നമ്മളീ എന്താ പറയാ കുറച്ച് ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. നാഷണൽ ഹൈവേ ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ നിർത്താന്. നല്ല ചൂടാണ് കേട്ടാ. മമ്പറത്തുനിന്ന് വാങ്ങിയേട്ടാ, കണ്ടില്ലേ? അത് പോണേ. അപ്പൊ ഞങ്ങള് പോവാണേ. ഇവിടെ നല്ല സുഖമുണ്ട്, കാറ്റുണ്ട്. അപ്പോ നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.